അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. കുറേ നാളല്ല, 3 വർഷങ്ങൾക്ക് ശേഷമാണ് നാട്ടിലോട്ട് വിടുന്നത്. ഇപ്പം ഞാൻ വീഡിയോ എന്തായാലും റെക്കോർഡ് ചെയ്യുന്ന നാട്ടിൽ വെച്ചിട്ടാണ്. എന്തായാലും നേരെ എൻ്റെ കൂടെ എന്തായാലും ലഗേജൊക്കെ വിടാനും ടിക്കറ്റ് എടുത്ത് തരാനൊക്കെ മാമ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ടായിട്ട് അവിടെ നിന്നത്. പിന്നെ നേരെ ഞാൻ എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ സാധനങ്ങളൊക്കെ അവിടെ കണ്ട് നേരെ ഞാൻ എയർപോർട്ടിൻ്റെ അകത്തുകൂടെ നടന്നു പോയി ഗേറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയത് D6 ഡേറ്റ് ആണ് കിട്ടിയത്. കുവൈറ്റ് എയർവേസിലാണ് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുന്നത്. D6 ഗേറ്റ് വന്നത് ടെർമിനൽ 4ലാണ്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ നിലയിൽ കയറി പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സിലേറ്റർ വഴി നേരെ രണ്ടാമത്തെ ഫ്ലോറിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണാൻ വ്യൂസ് അത്ര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഏകദേശം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിന്റെ ടൈം വന്നിട്ട് ഏകദേശം 10:15 പിന്നെ ഏകദേശം 9:45 ആയപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിലാണ്. അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റ് ആയിരുന്നു കിട്ടിയത്. എന്തായാലും ഇതിന്റെ ഇടയിൽ കുറച്ച് മലയാളികളുടെ കൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം പോയത് കൊണ്ട് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് അവരുടെ ചോദിച്ചുകൊണ്ട് പോയിക്കൊണ്ടൊക്കെ ഇരുന്നത് തന്നെ ഞാൻ. അങ്ങനെ എൻ്റെ സീറ്റ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയ എൻ്റെ സീറ്റ് നമ്പർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 21B ആണ്. എൻ്റെ കൂടെ ഇരുന്നത് ഒരു തമിഴ് ചേട്ടനും വേറൊരു സ്ത്രീ ആയിരുന്നു. പുള്ളി മലയാളിയായിരുന്നു. മൊത്തം മലയാളിയായിരുന്നു ആ ഫ്ലൈറ്റിലുള്ളതായിരുന്നു. പുള്ളിക്കാരി നല്ലൊരു കട്ട സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഫ്രണ്ടിലുള്ള ടാബൊക്കെ ഓണാക്കിയിട്ട് സിനിമ കാണാൻ വേണ്ടി നോക്കി ഹെഡ്സെറ്റ് എടുത്ത് കുത്തിയപ്പം അത് വർക്കൊന്നും ആകുന്നൊന്നുമില്ല. പിന്നെ അതിനെ തിരിച്ചെടുത്ത് വെച്ചിട്ട് മൊബൈലിൽ സിനിമ ആണെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 6 മണിക്കൂർ യാത്രയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ആ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊന്ന് ഫ്ലൈറ്റ് പൊങ്ങുന്നു എന്താകുന്ന ഒരു വീഡിയോ എടുത്തു തരാൻ വേണ്ടി. പുള്ളിക്കാരി എന്തായാലും കട്ട സപ്പോർട്ടായിരുന്നു. എനിക്കത് പൊങ്ങുന്ന വരെ എന്തായാലും പുള്ളിക്കാരി എന്നെ ഈ വീഡിയോസൊക്കെ മൊത്തം എടുത്ത് തന്നതും. ഏകദേശം ഫ്ലൈറ്റ് പൊങ്ങി വന്നപ്പോൾ അത് താഴോട്ട് കാണാൻ നല്ല വ്യൂസ് ആയിരുന്നു കാണാൻ വേണ്ടി. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്ക് സെൻട്രൽ സീറ്റായിരുന്നു. പുള്ളിക്കാരിയാണ് വിൻഡോ സീറ്റായിട്ട് ഇരുന്നത്. തൊട്ടപ്പുറത്തായിട്ടാണ് ഒരു മലയാളി തമിഴും കൂടെ കാരണം ഒരു മാർത്താണ്ഡക്കാരനായിരുന്നു. പുള്ളിക്കാരന് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ നേരെ ഫ്രണ്ടിലുള്ള ഡിസ്പ്ലേ ഓണാക്കി ഫ്ലൈറ്റ് പോകുന്ന ദിശയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കറങ്ങിയൊക്കെ പോകുന്നതെന്നും കാണുന്നു. കുറേ നേരം നോക്കിയപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഞാൻ എന്തായാലും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതെല്ലാം കഴിച്ച് കടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് നേരെ രാവിലേക്ക് ആയപ്പോൾ നോക്കിയപ്പോൾ മേഘങ്ങൾക്ക് ഇടയിലൂടെ ഫ്ലൈറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരിയുടെ അടുത്ത് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതും എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 6:15 ആയപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോസ് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലഗേജ് കൊണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം രാവിലെ ഏകദേശം 5:45 കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു മേഘങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുന്ന വിമാനം കാണാൻ. പാർട്ട് വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും